മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. VSന്റെ ഓർമ്മകൾ സമൂഹത്തിന് പ്രചോദനമായി നിലനിൽക്കട്ടെ. അത്യഭിമന്യ കാതോലിക്ക ബാവ. 2025 ജൂലൈ 21 അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റുമായ മോറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ ജൂലൈ 22 തിരുവനന്തപുരം ദർബാർ ഹാളിൽ വെച്ച് അന്തിമോപചാരം അർപ്പിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും നിയമസഭാ സാഭാജികൻ എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു നായകൻ എന്ന നിലയിലും അദ്ദേഹം നമ്മുടെ നാടിന് നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും കേരള കത്തോലിക്ക സഭയുടെ ആദരവും നന്ദിയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വലിയ പ്രചോദനമായി നമ്മുടെ ഇടയിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിൽ മലങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി MITയുടെ പുതിയ അക്കാഡമിക് ബ്ലോക്കിന്റെ ആശീർവാദ കർമ്മവും ശിലാസ്ഥാപനവും റോമിലെ തിരുസിംഹാസനത്തിന്റെ അന്തർദേശീയ കാര്യാലയത്തിന്റെ മുഖ്യ കാര്യദർശി ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ തിരുമേനി മോറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയുടെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു. റോമിലെ ഡിക്കാസ്റ്ററി ഓഫ് എഡ്യൂക്കേഷന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് ഈ പുതിയ ബ്ലോക്ക്. ദൈവശാസ്ത്രപരമായ വിഷയങ്ങളിലും മറ്റ് ക്രിസ്തീയ വിദ്യാഭ്യാസ പഠനങ്ങളിലും MITയുടെ പഠന പരിപാടികളും അക്കാഡമിക് കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. മേജർ സെമിനാരി റക്ടർ ഫാദർ ഡോക്ടർ എബ്രഹാം ചരുവുപുരയിടത്തിൽ മറ്റ് വൈദികർ, സെമിനാരി വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 72ാം ഓർമ്മ പെരുന്നാൾ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുണ്യപിതാവായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 72ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് UK റീജിയനിലെ വിവിധ സ്ഥലങ്ങളിൽ ഓർമ്മയാചരണവും പദയാത്രയും നടത്തപ്പെട്ടു. ലണ്ടൻ റീജിയനിലെ സഭാമക്കൾ ഐൽസ്ഫോർഡിലും സ്കോട്ട്ലൻഡ് റീജിയനിലെ സഭാമക്കൾ ഗ്ലാസ്ഗോയിലും പരിശുദ്ധ കുർബാനയർപ്പിക്കുകയും പദയാത്ര നടത്തുകയും ചെയ്തു. ക്രമീകരണങ്ങൾക്ക് UK റീജിയൻ സ്പെഷ്യൽ പാസ്റ്ററൽ ആൻഡ് കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ, ഫാദർ കുര്യാക്കോസ് തിരുവാലിൽ, ഫാദർ ജോൺസൺ പേഴുംകൂട്ടത്തിൽ, ഫാദർ ലൂക്കോസ് കന്നിമേൽ എന്നിവർ നേതൃത്വം നൽകി. പുത്തൂർ ഭദ്രാസനത്തിലെ ബാംഗ്ലൂർ മേഖലയുടെ ഓർമ്മയാചരണവും പദയാത്രയും കെങ്കേരി സെയിന്റ് ബെനഡിക്ട് ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെട്ടു. പരിശുദ്ധ കുർബാനയ്ക്ക് പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ സാമുവൽ മാർ ഐറീനസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും പുത്തൂർ ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ഗീവർഗീസ് മാർ മക്കാരിയോസ് മെത്രാപ്പൊലീത്തായും മേഖലയിലെ മറ്റ് വൈദികരും സഹകാർമ്മികത്വം വഹിക്കുകയും ചെയ്തു. ഡൽഹി ഗുഡ്കാവ് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം ഭദ്രാസനത്തിലെ ഡൽഹി റീജിയനിലെ ഓർമ്മയാചരണം ഡൽഹി നെപ്സെറായ് സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു. പരിശുദ്ധ കുർബാനയ്ക്ക് അഭിമന്യ ജോഷോ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂടാതെ ന്യൂസിലൻഡ്, ന്യൂയോർക്ക് എന്നീ റീജിയനുകളിലും ഓർമ്മയാചരണവും പദയാത്രയും നടത്തപ്പെട്ടു. സന്ദർശിച്ചു. ജലന്ധർ രൂപത അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട അഭിമന്യ ജോസ് സെബാസ്റ്റ്യൻ തെക്കുംചേരിക്കുന്നേൽ പിതാവ് ജൂലൈ 23 തിരുവനന്തപുരം പട്ടം തിരുസന്നിധിയിലെത്തി മോറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയെ സന്ദർശിച്ചു. നിയുക്ത പിതാവിന്റെ പുതിയ ശുശ്രൂഷയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും അഭിനന്ദനങ്ങളും കാതോലിക്ക ബാവ അഭിമന്യ പിതാവിനെ അറിയിച്ചു. ഹൂദോത്തോ 13ാം ബാച്ച് നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ വൈദികർക്കായി നടത്തപ്പെടുന്ന ഓൺഗോയിങ് പ്രീസ്ലി ഫോർമേഷൻ ഹൂദോത്തോയുടെ 13ാം ബാച്ച് 2025 ജൂലൈ 21 തിരുവനന്തപുരം വേറ്റനാട് മൗണ്ട് കാർമൽ റിട്രീറ്റ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. ക്ലർജി കമ്മീഷൻ ചെയർമാൻ അഭിമന്യ ഗീവർഗീസ് മാർ മക്കാരിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യുകയും കൂരിയ മെത്രാനും ഫോർമേഷൻ കമ്മിറ്റി കോർഡിനേറ്ററുമായ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ ആമുഖ സന്ദേശം നൽകുകയും ചെയ്തു. ജൂലൈ 22 രാവിലെ മോറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഖബർ ചാപ്പലിൽ പരിശുദ്ധ കുർബാനയർപ്പിക്കുകയും തുടർന്ന് വൈദികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു.
സഭയിലെ 58 വൈദികർ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. ക്രമീകരണങ്ങൾക്ക് ഫാദർ തോമസ് മടക്കമൂട്ടിൽ നേതൃത്വം നൽകി. MCA ഗ്ലോബൽ അസംബ്ലി സമാപിച്ചു. MCA ഗ്ലോബൽ അസംബ്ലി ജൂലൈ 15, 16 എന്നീ തീയതികളിൽ പാറശാല ഭദ്രാസനത്തിലെ വിഴിഞ്ഞം സ്പാർക്ക് പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. MCA ഗ്ലോബൽ സമാതല പ്രസിഡന്റ് ഡോക്ടർ ബൈജു SR അധ്യക്ഷത വഹിച്ച സമ്മേളനം കമ്മീഷൻ ഫോർ ലെയ്റ്റി ചെയർമാൻ അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. കമ്മീഷൻ ഫോർ ലെയ്റ്റി സെക്രട്ടറി ശ്രീ വർഗീസ് കെ ചെറിയാൻ, MCA സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ മാത്യൂസ് കുഴിവിള എന്നിവർ സന്നിഹിതരായിരുന്നു. 16-ന് ഭദ്രാസന ഭാരവാഹികൾ റിപ്പോർട്ട്, കണക്ക് എന്നിവ അവതരിപ്പിച്ചു. വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നായി 160 പ്രതിനിധികൾ പങ്കെടുത്തു. ക്രമീകരണങ്ങൾക്ക് സമാതല സമിതിയും പാറശാല ഭദ്രാസന സമിതിയും നേതൃത്വം നൽകി. അർദ്ധവാർഷിക അസംബ്ലിയും സഭാതല സന്ദർശനവും. പത്തനംതിട്ട ഭദ്രാസനത്തിലെ മലങ്കര കാത്തലിക് മദേഴ്സ് ഫോറമിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 24-ന് കിഴവള്ളൂർ സെയിന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ വെച്ച് അർദ്ധവാർഷിക അസംബ്ലിയും സഭാതല സന്ദർശനവും നടത്തപ്പെട്ടു. പത്തനംതിട്ട ഭദ്രാസന വികാരി ജനറൽ ഫാദർ വർഗീസ് മാത്യു കാലായിൽ വടക്കേതിൽ അർദ്ധവാർഷിക അസംബ്ലി ഉദ്ഘാടനം ചെയ്തു. MCMF സഭാതല പ്രസിഡന്റ് ശ്രീമതി ജിജി മത്തായി സന്നിഹിതയായിരുന്നു. തുടർന്ന് നടന്ന സഭാതല സന്ദർശനം പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ സാമുവൽ മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ക്രമീകരണങ്ങൾക്ക് പത്തനംതിട്ട ഭദ്രാസന MCMF ഭാരവാഹികൾ നേതൃത്വം നൽകി. വിശ്വാസ പരിശീലന സംഗമം. മാവേലിക്കര ഭദ്രാസനത്തിന്റെ വിശ്വാസ പരിശീലന സംഗമം ഗുരു 2K25 എന്ന പേരിൽ ജൂലൈ 19-ന് തുവയൂർ ഇൻഫന്റ് ജീസസ് സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പൊലീത്ത സംഗമം ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര ഭദ്രാസന വികാരി ജനറൽ ഫാദർ ജോബ് കല്ലുവിളയിൽ സന്നിഹിതനായിരുന്നു. ക്രമീകരണങ്ങൾക്ക് വിശ്വാസ പരിശീലന ഭദ്രാസന ഡയറക്ടർ ഫാദർ മെൽബിൻ വലിയപറമ്പിൽ നേതൃത്വം നൽകി. ഇവാനിയ ക്വിസ് മത്സരം നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ക്വിസ് മാമാങ്കമായ 21ാമത് ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയസ് മെമ്മോറിയൽ ബൈബിൾ ക്വിസ് മത്സരം ഇവാനിയ എന്ന പേരിൽ പെരിങ്ങനാട് സെയിന്റ് ജോർജ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. തിരുവനന്തപുരം മേജർ ഭദ്രാസന വികാരി ജനറൽ ഫാദർ തോമസ് കയ്യാലക്കൽ ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ബ്രിൻഡോ മനയത്ത് ക്വിസ് മാസ്റ്റർ ആയിരുന്നു. 55 ഇടവകകൾ പങ്കെടുത്ത ഇവാനിയ ക്വിസ് മത്സരത്തിൽ മാവേലിക്കര ഭദ്രാസനത്തിലെ പുത്തൂർ യൂണിറ്റ് 1ാം സ്ഥാനവും, പത്തനംതിട്ട ഭദ്രാസനത്തിലെ കൂടൽ യൂണിറ്റ് 2ാം സ്ഥാനവും, തിരുവനന്തപുരം മേജർ ഭദ്രാസനത്തിലെ കുതിരകുളം യൂണിറ്റ് 3ാം സ്ഥാനവും, പാറശാല ഭദ്രാസനത്തിലെ കുടയാൽ യൂണിറ്റ് 4ാം സ്ഥാനവും, പാറശാല ഭദ്രാസനത്തിലെ അമ്പിളിക്കോണം യൂണിറ്റ് 5ാം സ്ഥാനവും കരസ്ഥമാക്കി. ഭവന നിർമ്മാണ പദ്ധതി പൂർത്തിയാക്കി. പൂനെ ഖഡ്കി സെന്റ് എഫ്രേം ഭദ്രാസനത്തിലെ ആന്ധ്രാപ്രദേശ് മധുരമാവടി സെയിന്റ് തോമസ് മലങ്കര ഹിൽസിലെ പാടേർ മലങ്കര കത്തോലിക്ക മിഷനിലെ 4 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി. ജൂലൈ 23-ന് പൂനെ ഖഡ്കി സെന്റ് എഫ്രേം ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ മാത്യൂസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്തയുടെ ആഭിമുഖ്യത്തിൽ താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചു. ഫാദർ മരിയദാസ് OAC, ബദനി മിശ്വാനുകരണ സന്യാസിനി സമൂഹം തിരുവല്ല പ്രൊവിൻസ് മദർ ജോബ്സി SIC, ശ്രീ സണ്ണി, മറ്റു വൈദികർ എന്നിവർ ചേർന്നാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. തുടർന്ന് ബത്തേരി ഭദ്രാസനത്തിന്റെ സാമൂഹിക ക്ഷേമ വിഭാഗമായ ശ്രേയസിന്റെ ആഭിമുഖ്യത്തിൽ പാടേർ സെയിന്റ് തോമസ് സ്കൂളിന് വേണ്ടി നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളും പാടേർ മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന ബദനി സിസ്റ്റേഴ്സിനായി നിർമ്മിച്ച കോൺവെന്റും അഭിവന്യ പിതാവ് കൂദാശ ചെയ്തു. ക്രമീകരണങ്ങൾക്ക് മിഷൻ ഇൻചാർജ് ഫാദർ സ്റ്റീഫൻ ചെമ്പകത്തോപ്പ് നേതൃത്വം നൽകി. വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ എക്സിബിഷൻ നടത്തപ്പെട്ടു. പത്തനംതിട്ട ഭദ്രാസനത്തിലെ MCYM അതുരുങ്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹലോറ എന്ന പേരിൽ ജൂലൈ 19, 20 എന്നീ തീയതികളിൽ സെയിന്റ് ജോർജ് ദേവാലയത്തിൽ വെച്ച് ഈശോയുടെ തിരുക്കുരിശിന്റെ തിരുശേഷിപ്പ് മുതൽ വാഴ്ത്തപ്പെട്ട കാർലോ അക്യുറ്റസിന്റെ തിരുശേഷിപ്പ് വരെ ഉൾപ്പെടുന്ന 1500 തിരുശേഷിപ്പുകളുടെ എക്സിബിഷൻ നടത്തപ്പെട്ടു. യൂണിറ്റ് സന്ദർശനം നടത്തി. MCYM പത്തനംതിട്ട ഭദ്രാസന സമിതിയുടെ നേതൃത്വത്തിൽ കൈറോസ് എന്ന പേരിൽ യൂണിറ്റ് തല പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും സംഘടനാ ശക്തി കൂടുതൽ ശക്തമാക്കുന്നതിനും യുവജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്നതിനുമായി ജില്ലാ സമിതിയോടൊപ്പം ജൂലൈ 20-ന് പത്തനംതിട്ട വൈദിക ജില്ലയിലെ വാഴമുട്ടം യൂണിറ്റ് സന്ദർശിച്ചു. ക്രമീകരണങ്ങൾക്ക് ഭദ്രാസന സമിതി നേതൃത്വം നൽകി. റാങ്ക് കരസ്ഥമാക്കി. MG യൂണിവേഴ്സിറ്റി നടത്തിയ ഈ വർഷത്തെ MA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എക്സാമിൽ പത്തനംതിട്ട ഭദ്രാസനത്തിലെ കോന്നി വൈദിക ജില്ലയിലെ ഓട്ടുപാറ ഇടവക അംഗമായ ഫേബ മേരി ബിജു 6ാം റാങ്ക് കരസ്ഥമാക്കി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.